ഈ ഒരു പ്രീ വർക്കൗട്ട് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പലരും യൂസും ചെയ്തിട്ടുണ്ടാവും. ഇത് പേര് പോലെ തന്നെ ശരിക്കും ഇൻസെയിൻ ആണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മോൺസ്റ്ററിനെ പോലെ ആവും, ശരിയാണ്. പക്ഷേ ഇതിന്റെ ഒരു സെർവിങ്ങിൽ നിങ്ങൾ 440 mg കഫീനാണ് നിങ്ങൾ ഒറ്റയടിക്ക് ഇൻടേക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി ഉണ്ടല്ലോ, അതിന്റെ ഒരു 6 കോഫി നിങ്ങൾ ഒറ്റ ടൈം നിങ്ങൾ കുടിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ റെഡ് ബുള്ള് നോക്കുകയാണെങ്കിൽ ഒരു 6 റെഡ് ബുള്ള് നിങ്ങൾ ഒറ്റയടിക്ക് കുടിക്കുന്ന ആ ഒരു എഫക്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തോരം ഡേഞ്ചറാണ് ഈ ഒരു സൈക്കോട്ടിക് എന്ന് പറയുന്നത്. സംഭവം ശരിയാണ്, ഇത് നിങ്ങളുടെ അഡ്രിനാലിൻ നല്ല രീതിയിൽ കൂട്ടും, നിങ്ങൾക്ക് നല്ല എന്താ പറയുക ഒരു മോൺസ്റ്ററിന്റെ ഒരു ഫീലൊക്കെ കിട്ടും. പക്ഷെ ഇത് നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തിന് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ BP ഹൈ ആക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ഞാനിവിടെ കാണിക്കാം. പിന്നെ ബിഗിനേഴ്സ് ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഇനി നിങ്ങൾക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് നിർബന്ധമാണെങ്കിൽ ഇതിന്റെ ഹാഫ് സെർവിങ് മാത്രം എടുക്കുക. ഹാഫ് സെർവിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരു 220 mg കഫീൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് തന്നെ ധാരാളമാണ്. ഈ 400 mg മേലൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനർജി കിട്ടാനായിട്ട് ഇതുപോലെ പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് തന്നെ കഴിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിച്ചാലും കിട്ടും. അതായത് സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ ബനാന, ചിക്കൻ, മുട്ട, ഇത് ഏത് കഴിച്ചാലും നിങ്ങൾക്ക് നല്ല എനർജി കിട്ടും. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ച് കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടും. ഞാനത് കഴിച്ചിട്ടാണ് എനിക്ക് ആ 1 hour എനിക്ക് ഫുൾ എനർജി ആയിരിക്കും, ഒരു ടയർഡും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ തീരുമാനിക്കുക ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് വേണോ അതോ വേണ്ടയോ എന്ന്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചു.